പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ സെക്ഷൻ ബി ആണ്. 16ാമത്തെ ചോദ്യം ഹിന്ദു സ്വരാജ്. അപ്പോൾ 1-2 സെൻറ്റൻസിൽ ഉത്തരം എഴുതാനാണ് നിർദ്ദേശം. അപ്പം 16ാമത്തെ ഹിന്ദു സ്വരാജ്, അതിനെക്കുറിച്ച് പറയാം. 1909 മഹാത്മാഗാന്ധി എഴുതിയതാണ് ഹിന്ദു സ്വരാജ്. സ്വയംഭരണം അഥവാ സ്വരാജ്, അഹിംസ, ആധുനിക പാശ്ചാത്യ നാഗരികതയുടെ വിമർശനം എന്നിവയെക്കുറിച്ചുള്ള തൻ്റെ ആശയങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ വിശദീകരിച്ചു. അടുത്ത് നോ ചേഞ്ചേഴ്സ്. 17ാമത്തെ നോ ചേഞ്ചേഴ്സ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശേഷം കൗൺസിൽ പ്രവേശനത്തെ എതിർത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാക്കളായിരുന്നു നോ ചേഞ്ചേഴ്സ്. ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ പങ്കെടുക്കുന്നതിനു പകരം ഖാദി, ഗ്രാമ ഉന്നമനം തുടങ്ങിയ സൃഷ്ടിപരമായ പരിപാടികളെ അവർ പിന്തുണച്ചു. 18ാമത്തത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. റിപ്പബ്ലിക് അസോസിയേഷൻ 1928 രൂപീകൃതമായ ഒരു വിപ്ലവ സംഘടനയായിരുന്നു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. സായുധ പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കാൻ ഇത് ലക്ഷ്യമിട്ടിരുന്നു. നേതാക്കളിൽ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് എന്നിവരും ഉൾപ്പെടുന്നു. അടുത്തത് 19ാമത്തേത് ദണ്ഡി മാർച്ച്. ബ്രിട്ടീഷ് ഉപ്പ് നികുതിയിൽ പ്രതിഷേധിച്ച് 1930 മഹാത്മാഗാന്ധി നയിച്ച ദണ്ഡി മാർച്ച്. ഇത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായി. 20ാമത്തെ ചോദ്യം പയ്യന്നൂർ സാൾട്ട് സത്യാഗ്രഹ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് നിയമങ്ങൾക്കെതിരെ കെ കേളപ്പനാണ് ഇതിന് നേതൃത്വം നൽകിയത്. അടുത്തത് 21ാമത്തത് പൂന ആക്ട്. പൂന കരാർ. 1932 മഹാത്മാഗാന്ധിയും BR അംബേദ്കറും തമ്മിലുള്ള ഒരു കരാറായിരുന്നു പൂന കരാർ. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾക്ക് പകരം നിയമസഭകളിൽ അധസ്ഥിത വിഭാഗങ്ങൾക്ക് സംവരണം നൽകിയിരുന്നു. 22ാമത്തെ ചോദ്യം കാൺപൂർ ബോൾഷെവിക് കോൺസ്പിറസി കേസ്. കാൺപൂർ ബോൾഷെവിക് ഗൂഢാലോചന കേസ് 1924 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ബ്രിട്ടീഷ് സർക്കാർ ഫയൽ ചെയ്ത ഒരു കേസായിരുന്നു കാൺപൂർ ബോൾഷെവിക് ഗൂഢാലോചന കേസ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ വ്യാപനം അടിച്ചമർത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. 23 ഏക മൂവ്മെൻറ്റ്, ഏക പ്രസ്ഥാനം. 1921 ഉത്തർപ്രദേശിലെ ഒരു കർഷക പ്രസ്ഥാനമായിരുന്നു ഏക പ്രസ്ഥാനം. ഉയർന്ന വാടകയ്ക്കും ഭൂവുടമകളുടെ ചൂഷണത്തിനും എതിരെ ഇത് പ്രതിഷേധിച്ചു. 24 മലബാർ സ്പെഷ്യൽ പോലീസ്. മാപ്പിള കലാപത്തിനു ശേഷം 1921 ബ്രിട്ടീഷുകാർ മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ചു. മലബാർ മേഖലയിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിനാണ് ഇത് സൃഷ്ടിച്ചത്. 25ാമത്തത് ഓഗസ്റ്റ് ഓഫർ. 1940 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സർക്കാരാണ് ഓഗസ്റ്റ് ഓഫർ നടത്തിയത്. ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളും എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ വിപുലീകരണവും ഇത് വാഗ്ദാനം ചെയ്തു. അടുത്ത 26 റെഡ് ഫോർട്ട് ട്രയൽ, ചെങ്കോട്ട വിചാരണ. 1945 ബ്രിട്ടീഷുകാർ ഇന്ത്യൻ നാഷണൽ ആർമി ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്തതാണ് ചെങ്കോട്ട വിചാരണ. ഇത് INAയോട് വ്യാപകമായ പൊതുജന സഹതാപം സൃഷ്ടിക്കുകയും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. 27ാമത്തത് ഷിംല ഡെപ്യൂട്ടേഷൻ. 1906 ലോർഡ് മിൻറ്റോയുമായി മുസ്ലിം നേതാക്കൾ നടത്തിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഷിംല ഡെപ്യൂട്ടേഷൻ. അവർ മുസ്ലിമീങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആവശ്യപ്പെട്ടു. 28ാമത്തത് VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്കുവഹിച്ച മുതിർന്ന സിവിൽ സർവീസുകാരനായിരുന്നു VP മേനോൻ. സ്വതന്ത്രാനന്തരം സർദാർ വല്ലഭായ് പട്ടേലുമായി അദ്ദേഹം അടുത്ത് പ്രവർത്തിച്ചു. 29ാമത്തത് പഞ്ചശീൽ. 1954 ജവഹർലാൽ നെഹ്റുവും ഷൗ എന്നാലിയും പഞ്ചശീല കരാർ അവതരിപ്പിച്ചു.
രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെ 5 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഇത്. ജവഹർലാൽ നെഹ്റുവും ഷൗക്കത്ത് അലിയുമായിരിക്കും കേട്ടോ. പഞ്ചശീൽ കരാർ അവതരിപ്പിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ സൗഹൃദത്തിൻ്റെ 5 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഇത്. അടുത്തത് 30ാമത്തേത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ. ആൻസർ: സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗത്തിൽ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ്. സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യം സ്ഥാപിക്കുകയും പൊതുജനക്ഷേമത്തിനായി നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ സർക്കാരിനെ നയിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇതിൻ്റെ ആൻസർ വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്കാം. അപ്പോൾ ആൻസർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.